ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറ്റവും ആദരണീയരായ വിശ്വാസിനികളെ, സ്നേഹസമ്പന്നരായ സഹോദരിമാരെ, സർവലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പാലിച്ച് ജീവിക്കണമേ എന്ന് ഈ അവസരത്തിൽ എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സർവശക്തനായ റബ്ബ് മുസ്ലിമായി ജീവിക്കാൻ നമുക്ക് അവസരം നൽകിയിരിക്കുന്നു. ആ പരമമായ ഭാഗ്യത്തെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ പാലിച്ച് ജീവിച്ചുകൊണ്ട് നിർബന്ധമായും മരണം നാളെ കൺമുൻപിലേക്ക് വന്നെടുക്കുമ്പോൾ മനസ്സ് പതറാതെ, നാവിടറാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിച്ചു പോകാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും അനുഗ്രഹം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഉമ്മമാരും മക്കളുമാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത്. ഈ പുതിയ കാലത്ത് ഏറ്റവും കൂടുതൽ മനപ്രയാസം അനുഭവിക്കുന്ന ഒരു മേഖല മക്കളെ സംബന്ധിച്ചുള്ള ഒരു മേഖലയാണ്. നമുക്ക് നിയന്ത്രിക്കാനാവാത്ത ചുറ്റുപാടുകളിലൂടെയാണ് നമ്മുടെ മക്കള് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം നമ്മൾ ഏതൊക്കെ സാഹചര്യത്തിലൂടെയും ചുറ്റുപാടിലൂടെയും അവരെ വളർത്തിയാലും ഈ ഇന്റർനെറ്റ് യുഗത്തില് സ്വൈര്യപൂർവം ഏത് മേഖലയിലും എന്തും ചെയ്യാൻ സാധ്യമാകുന്ന ഒരു കാലഘട്ടമാണ് നമുക്ക് മുമ്പിലുള്ളത്. കൈവെള്ളകളിലേക്ക് അശ്ലീലതകളും വൃത്തികേടുകളും ഒഴുകി വരുന്ന ഒരു കാലമാണ്. നമ്മുടെ മക്കള്, ഇന്ന് ഇവിടെ ഇരിക്കുന്ന എന്റെയും നിങ്ങളുടെയും മക്കള്, അവരുടെ പ്രായം എന്ന് പറയുന്നത് വല്ലാത്തൊരു പ്രായവുമാണ്. അവരുടെ ശരീരത്തിന് മാറ്റം സംഭവിക്കുന്നത് പോലെ അവരുടെ മനസ്സിനും മാറ്റം സംഭവിക്കുന്നുണ്ട്. ലോകത്തെ അറിയാനും ജീവിതത്തെ അറിയാനുമുള്ള ത്വര അവരുടെ മനസ്സുകളിലുണ്ട്. അവരുടെ കയ്യിൽ നമ്മൾ കൊടുത്തിട്ടുള്ള മൊബൈൽ ഫോണിലൂടെ എന്തും അറിയാനും അനുഭവിക്കുവാനും കാണുവാനുമുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. എത്രത്തോളം എന്നാൽ ഒരുപക്ഷെ ഇന്ന് ഇവിടെ ആകാശത്ത് നിന്ന് സൂര്യനിൽ നിന്നും പതിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യരശ്മികളെ ഒരു പന്തലിട്ടുകൊണ്ട് നമുക്ക് തടയാൻ സാധിച്ചേക്കും. പക്ഷെ എന്റെയും നിങ്ങളുടെയും കൈകളിലുള്ള മൊബൈൽ ഫോണിലേക്ക് അരിച്ചിറങ്ങുന്ന വൃത്തികേടുകളെ തടയാൻ എനിക്കോ നിങ്ങൾക്കോ ഭരണകൂടങ്ങൾക്കോ മറ്റാർക്കുമോ സാധ്യമല്ലാത്ത ഈ കാലത്ത് ഞാനും നിങ്ങളും സ്വൈര്യമായി ജീവിക്കുമ്പോ രാത്രിയുടെ അന്ത്യയാമങ്ങളിലും മറ്റും വൃത്തികേടുകളിലും മുഴുകി ജീവിക്കുന്ന ഒരു കൗമാരം എന്റെയും നിങ്ങളുടെയും മടിത്തട്ടിലൂടെ വളർന്നു വരുന്നു എന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുമ്പോഴാണ് നമ്മളൊക്കെ ഭയവിഹ്വലരാകേണ്ടത്. അതുകൊണ്ട് എനിക്ക് സംസാരിക്കാനുള്ളത് എന്റെ പൊന്നുമക്കളോടാണ്. ആദ്യമായിട്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു പുതിയ കാലത്ത് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ നമ്മൾ ആദ്യം അറിയേണ്ടത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്നാണ്. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. നിങ്ങളുടെ മുൻപിലുള്ള ഈ ജീവിതം, വർണ്ണാഭമായ ഈ ജീവിതം, മുന്നിലേക്ക് നോക്കും എത്ര സുന്ദരമാണ്, എത്ര മനോഹരമാണ് ഈ ലോകം. പക്ഷെ നിങ്ങൾക്കറിയുമോ, ഇത് വളരെ കുറഞ്ഞ കാലങ്ങൾ കൊണ്ട് തീർന്നു പോകുന്നതാണ്. ജനനം എന്ന് പറയുന്നത് മരണത്തിലേക്കുള്ള ഒരു യാത്രയുടെ തുടക്കമാണ്. ജീവിതം എന്ന് പറയുന്നത് മരണത്തിലേക്കുള്ള ഒരു വഴി സഞ്ചാരം മാത്രമാണ്. മരണത്തോടെ നമ്മളെല്ലാം നിലച്ചു പോകും. എന്തൊക്കെ ഉണ്ടാക്കിയാലും എത്രയൊക്കെ ചെയ്തു കൂട്ടിയാലും മരിക്കാതെ നിവൃത്തിയില്ല നമുക്ക്. മരിച്ചിടും ജനിച്ചമർത്യരൊക്കെയും വിതർക്കമിന്നൊരുത്തരും പറഞ്ഞിടാത്ത സത്യമാണിതെങ്കിലും മരിച്ചതിന്റെ പിൻപു മറ്റൊരന്തമറ്റ ജീവിതം വരിച്ചിടുന്നതാണു മർത്യനുള്ള മേന്മയോർക്കണം. മനുഷ്യന് മരണാനന്തരമുള്ള ഒരു ജീവിതത്തില് സുഹൃതം കരസ്ഥമാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗം നേടാൻ വേണ്ടി മാത്രം ഭൂമിയിലേക്ക് അള്ളാഹു പറഞ്ഞയച്ചവരാണ് ഞാനും നിങ്ങളുമായ മനുഷ്യര്.
ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ മരണം പിടികൂടുമ്പോ ജീവിച്ചതെല്ലാം വെറുതെയായിപ്പോയി എന്ന് തോന്നുന്നൊരവസ്ഥയിലേക്ക് എത്താൻ പാടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ അറിയണം, നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷങ്ങളും സമാധാനങ്ങളും നമുക്കുണ്ടാക്കി തരുന്നത്, നമ്മുടെ ജീവിതത്തില് വിജയത്തിന്റെ പാതയിലേക്ക് നമ്മളെ നയിക്കുന്നത് നമ്മുടെ മനസ്സാണ്. എന്റെയും നിങ്ങളുടെയും മനസ്സാണ്. മനസ്സിനെ പിടിച്ചെടുത്ത് കിട്ടാത്തതാണ് എന്റെയും നിങ്ങളുടെയും ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത്. നല്ലപോലെ ജീവിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്, പക്ഷെ നല്ലതുപോലെ ജീവിക്കാൻ നമ്മുടെ മനസ്സ് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് കൗമാരക്കാരായ എന്റെ മക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഈ പ്രായമുണ്ടല്ലോ, ഈ പ്രായത്തില് ഞാനൊരു നല്ല മനുഷ്യനാകട്ടെ എന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിതത്തിലുടനീളം നന്മയുള്ള മനുഷ്യരായിട്ട് എനിക്കും നിങ്ങൾക്കും ജീവിക്കാനായിട്ട് സാധിക്കും. ഈ പ്രായത്തിന്റെ പ്രത്യേകമായ ഒരു പ്രത്യേകതയാണ് എല്ലാ തെറ്റുകളോടും എല്ലാ ദുഷിച്ച ആസ്വാദനങ്ങളോടും ഒരു അഭിനിവേശം തോന്നുക, വല്ലാത്തൊരിഷ്ടം തോന്നുക എന്നുള്ളത്. അത് മനുഷ്യ മനസ്സിന്റെ പ്രത്യേകതയാണ്. അതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫില് നമ്മളെ ഇപ്രകാരം പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. അദ്ദേഹം വളരെ സുന്ദരിയായ ഒരു സ്ത്രീ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയാണ്, അദ്ദേഹത്തെ പ്രണയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ സ്ത്രീയുടെ പ്രലോഭനങ്ങൾക്ക് മുൻപില് യൂസുഫ് നബി അലൈഹിസ്സലാം പ്രഖ്യാപിച്ചൊരു പ്രഖ്യാപനം പരിശുദ്ധ ഖുർആൻ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്. എന്താണത്? വമാ ഉബർരിഉ നഫ്സി, എന്റെ മനസ്സിനെ ഞാൻ കുറ്റവിമുക്തമാക്കുന്നില്ല. മനസ്സുകൾ ഒരു പക്ഷേ ഇത്തരം സാഹചര്യത്തിൽ പെട്ടാൽ അറിയാതെ അതിലേക്ക് വീണുപോകും. അത് മനുഷ്യ മനസ്സിന്റെ പ്രത്യേകതയാണ്. കാരണം ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസ്സൂഅ്, മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത് തിന്മകളിലേക്ക് ആഗ്രഹമുള്ള ഒരു മനസ്സാണ്. ഏത് ആളൊഴികെ എന്നറിയുമോ? ഇല്ലാ മാ റഹിമ റബ്ബി, അല്ലാഹുവിന്റെ കാരുണ്യം കിട്ടിയവരൊഴികെ. ജീവിതത്തിലുടനീളം അല്ലാഹുവിന്റെ കാരുണ്യത്തിലൂടെ, സന്തോഷത്തിലൂടെ, വിജയത്തിന്റെ പാതയിലൂടെ, സമാധാനത്തിലൂടെ ആർക്കാണ് സഞ്ചരിക്കാൻ കഴിയുക? തെറ്റിന്റെ സാഹചര്യത്തിലേക്ക് ചെന്നെത്തിയാൽ പോലും പാടില്ല, എന്റെ റബ്ബെന്നെ കാണുന്നുണ്ട്, അവന്റെ മുന്നിലേക്ക് നാളെ മരിച്ചു പോകാൻ, റബ്ബിന്റെ മുന്നിലേക്ക് ചെല്ലാനുള്ള മനുഷ്യനാണ് ഞാൻ തെറ്റ് ചെയ്യുകയില്ല എന്ന് ആരാണോ തീരുമാനിക്കുന്നത് അവർക്കാണ് റബ്ബിന്റെ കാരുണ്യമുള്ളത്. അവരാണ് കാരുണ്യത്തിന്റെ അകത്തളങ്ങളിൽ ജീവിക്കുന്നത്. അവർക്ക് സങ്കടങ്ങൾ ബാധിക്കുകയില്ല. പ്രയാസങ്ങൾ നേരിട്ടാൽ അതിനെ മറികടക്കാനുള്ള പോംവഴികൾ അല്ലാഹു ഉണ്ടാക്കി കൊടുക്കും. ഏത് മേഖലയിലും തല ഉയർത്തിപ്പിടിക്കുവാനുള്ള ആർജവം ഉണ്ടാകും. കരുത്തുറ്റ വ്യക്തിത്വത്തിന്റെ ഉടമയായിട്ട് അങ്ങനെയുള്ളവർ മാറും. എന്താണ് അവരിൽ ഉണ്ടായിരിക്കേണ്ട ഗുണം? എന്താണ്? തെറ്റിന്റെ സാഹചര്യങ്ങളിലേക്ക് ചെന്നെത്തുമ്പോ ഞാൻ എന്റെ അല്ലാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, എന്റെ റബ്ബെന്നെ കാണുന്നുണ്ട് എന്ന് ഭയപ്പെട്ടുകൊണ്ട് അതിൽ നിന്നും മാറി നിൽക്കാനുള്ള മനസ്സാര് കാണിക്കുന്നുവോ അവർക്ക് മാത്രമേ അത്തരം ഒരു റബ്ബിന്റെ പ്രത്യേക കാരുണ്യം ലഭിക്കപ്പെടുകയുള്ളൂ എന്ന് എന്റെ പൊന്നുമക്കള് ഓർക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ അറിയേണ്ടതുണ്ട്, ഈ യുവത്വം ഇന്നത്തെ കാലത്ത് ഒരുപാട് ചതിക്കുഴികള് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഒരുപാട് ചതിക്കുഴികൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ ലോകം എന്ന് പറയുന്നത് വെറും വൃത്തികേടിന്റെ ലോകമാണ്. പ്രത്യേകിച്ചും അതിലെ ചാറ്റ് റൂമുകള്, വാട്സാപ്പില് സ്വകാര്യമായി തനിച്ചിരുന്ന് ചാറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഫേസ്ബുക്കിലുണ്ട്, ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ ഇടങ്ങളിലെല്ലാം തനിച്ചിരുന്ന് മറ്റൊരാളോട് പ്രണയസല്ലാപങ്ങളും അതുപോലെ എന്തും സംവദിക്കാനുള്ള അവസരങ്ങളുണ്ട്. പലപ്പോഴും ചാറ്റ് റൂമുകൾ പ്രവർത്തന നിരതരമാകുന്നത്, സജ്ജമാകുന്നത് പാതിരാരാത്രികളിലാണ്. പിശാചിന്റെ പണിപ്പുരയാണ് ഇത്തരം ചാറ്റ് റൂമുകൾ. എന്തെല്ലാം അപകടങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട മക്കളുടെയും ഉമ്മമാരുടെയും ശ്രദ്ധയിലേക്കാണ് ഞാൻ പറയുന്നത്. പാതിരാരാത്രിയില് ഉമ്മ ഉറങ്ങിയ ശേഷം, വാപ്പ ഉറങ്ങിയ ശേഷം, വീട്ടിലെല്ലാവരും ഉറങ്ങിയ ശേഷവും അണഞ്ഞു പോകാത്ത ഒരു വെളിച്ചം എന്റെയും നിങ്ങളുടെയും വീട്ടിലുണ്ട്. അത് മൊബൈലിന്റെ വെളിച്ചമാണ്. മക്കളും ഉറങ്ങുന്ന റൂമിലാണ്, അവരുടെ പുതപ്പിന്റെ ഉള്ളിലാണ്,
അവരെങ്ങനെ മൊബൈൽ ഫോണിന്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. അവരേതെല്ലാമോ ലോകത്ത്, അവർ പ്രത്യേകമായ മായാലോകത്ത് അങ്ങനെ കടന്നു പോവുകയാണ്. ഒരിക്കലൊരു പെൺകുട്ടി ദിവസങ്ങളോളം ഇതേപോലെ ഒരു യുവാവുമായിട്ട് പ്രണയ ചാറ്റിങ്ങില് മുഴുകി. അവൾക്കത് അപ്പുറത്ത് ആരാണെന്നറിയില്ല, ആരാണ് തന്നോട് സംസാരിക്കുന്നതെന്നറിയില്ല. പക്ഷെ ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ട്, എനിക്ക് ഇന്ന ജോലിയാണെന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെട്ടു വന്ന, സോഷ്യൽ മീഡിയയിലൂടെ മാത്രം പരിചയമുള്ള ഒരു വ്യക്തി, ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഒക്കെ ഇവൾക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. സുന്ദരനായ സുമുഖനായ ഒരു യുവാവാണ്. അങ്ങനെ ഇവര് പ്രണയബദ്ധരായി. നിങ്ങൾക്കറിയോ, നേരിട്ട് കണ്ട് പ്രണയിക്കുന്നതിനേക്കാളും പുതിയ കാലത്ത് വലിയ മധുരമാണ് കാണാതെയുള്ള ഈ പ്രണയത്തിന്. അങ്ങനെ ഇവര് പ്രണയം കാഴ്ചവെച്ചു. അങ്ങനെ കുറെ ദിവസങ്ങളോളം ഇത് കടന്നുപോയി. അവസാനം പാതിരാരാത്രികളില് ഈ യുവാവ് പെൺകുട്ടിയോട് അവളുടെ ശരീരത്തിൽ നിന്നും ഡ്രസ്സ് മാറ്റിയ ഫോട്ടോകൾ അവൾക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി പറയാൻ തുടങ്ങി. അവൾ ഭയപ്പെട്ടു, അവളെ കാര്യത്തിൽ ഭയപ്പെട്ടു. ആ സമയത്ത് അവൾ അതിൽ നിന്നും പിന്മാറി. വല്ലാത്ത ഒരു മാനസിക സമ്മർദ്ദമുണ്ടായി. കുട്ടിക്ക് ഭക്ഷണം വേണ്ട, കുട്ടിക്ക് ഒന്നിനും താല്പര്യമില്ല. ഉമ്മമാരെ ശ്രദ്ധിക്കുക, ഉമ്മമാരെ ശ്രദ്ധിക്കുക. നമ്മൾക്കുണ്ടല്ലോ കുട്ടികൾക്ക് മാനസിക പിന്തുണ കൊടുക്കാൻ ഏറ്റവും ആവശ്യം എന്ത് പറ്റി മോളെ എന്ന് ചോദിക്കുവാനുള്ള നിങ്ങളുടെ കഴിവാണ്. അവരുടെ മുഖത്ത് നോക്കി മനസ്സിലാക്കണം അവരുടെ മനസ്സിന്റെ സങ്കടങ്ങള്, വേവലാതികള്, ആവലാതികള്. ആ ഉമ്മ നല്ല ഉമ്മയായതുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. എന്ത് പറ്റി എന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, ഉമ്മ, ഈ യുവാവ് എന്നോട് ഇത്തരത്തിലുള്ള ഫോട്ടോ ചോദിക്കുന്നുണ്ട്. കൊടുക്കാൻ തയ്യാറാകാതിരുന്നപ്പോൾ അവൻ ചെയ്ത പണി എന്താണെന്നറിയുമോ? ഇവളുടെ ഫോട്ടോ ഇവൾ പലപ്പോഴും ഈ പറയുന്ന പിന്നെ ഫേസ്ബുക്കിലും മറ്റും ഇൻസ്റ്റാഗ്രാമിലും അപ്ലോഡ് ചെയ്തിട്ടുള്ള അവളുടെ ഫോട്ടോ എടുത്ത് മോർഫിംഗ് നടത്തി. എന്താണ്? അവളുടെ ശരീരത്തിൽ നിന്നും ഡ്രസ്സ് മാറ്റും. വേറെ തുണിയില്ലാത്തൊരു പെണ്ണിന്റെ ശരീരവും അവളുടെ തലയും വെച്ചുകൊണ്ട് ഇല്ലാത്ത ഒരു ഫോട്ടോ ഉണ്ടാക്കിയെടുത്ത് ഇത് ഞാൻ പലർക്കും അയച്ചു കൊടുക്കുമെന്നും നിന്നെ നാണം കെടുത്തുമെന്നും, ഇതാണിപ്പോ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബ്ലാക്ക് മെയിലിങ്. ഈ കുട്ടിയെ ഭയപ്പെടുത്തുകയാണ്. അവൾ ആകെ അങ്കലാപ്പിലായി. ഉമ്മയോട് കാര്യം പറഞ്ഞു. ഉമ്മയോട് പറയണമെന്നാണ് എൻ്റെ മക്കളോട് പറയാനുള്ളത്. എനിക്ക് കൂട്ടുകാരികളോടല്ല പങ്കുവെക്കേണ്ടത്, മറ്റു പുറത്തു പോയിട്ടല്ല പങ്കുവെക്കേണ്ടത്. ഉമ്മയോടാണ് മക്കളെ നിങ്ങൾ പങ്കുവെക്കേണ്ടത്. ഉമ്മയോളം നിങ്ങൾ അറിയുന്ന ആരുമില്ല, ഉമ്മയോളം നിങ്ങളെ സ്നേഹിക്കുന്ന മറ്റൊരാളുമില്ല, ഉമ്മയോളം നിങ്ങളെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനുമില്ല അല്ലാഹു അല്ലാതെ, അല്ലേ? അതുകൊണ്ട് ഉമ്മയോടാ പറയേണ്ടത്. ആ ഉമ്മ പിതാവിനോട് പറഞ്ഞു. അവര് സൈബർ സെല്ലിൽ കേസ് കൊടുത്തു. നിങ്ങൾക്കറിയോ, സൈബർ സെല്ല് അപ്പുറത്തുള്ള യുവാവ് എന്ന് പറയുന്ന ആ മനുഷ്യനെ പിടികൂടിയപ്പോ അത് 55ഓളം വയസ്സുള്ള ഒരു മധ്യവയസ്കനായിരുന്നു. ഒരു പെൺകുട്ടിയെ ഈ രൂപത്തിൽ ട്രാപ്പിൽ അകപ്പെടുത്തിയത് ഇത് സോഷ്യൽ മീഡിയ ലോകത്ത് നടക്കുന്ന ഒരു ഉദാഹരണം മാത്രമാണ്. പ്രിയപ്പെട്ട മക്കളെ, അത്തരം ചതിക്കുഴികളിൽ വീഴാതിരിക്കണമെങ്കിൽ ചാറ്റ് റൂമിന് സ്വകാര്യമായി ഇരിക്കാതിരിക്കണം. എന്റെ റബ്ബ് കാണുന്നുണ്ട് എന്ന് ഭയപ്പെട്ട് ഞാൻ അതിലേക്ക് പോവുകയില്ല എന്ന് നിങ്ങൾ തീരുമാനമെടുക്കണം. അതേപോലെ തന്നെ നിങ്ങൾ പുറം ലോകത്ത് കണ്ടുമുട്ടുന്ന യുവാക്കള്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ കണ്ടുമുട്ടുന്ന യുവാക്കള്, ഇനി നിങ്ങളോട് ആത്മാർത്ഥമായി സ്നേഹമുണ്ടെന്ന് പറയട്ടെ, എങ്കിലും നിങ്ങൾ അതിൽ നിന്നും പിന്മാറിക്കളയണം. കാരണം അല്ലാത്തവർക്ക് അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കപ്പെടുകയില്ല. പ്രണയം എന്ന് പറയുന്നത് ഒരു അഭിനിവേശം മാത്രമാണ്. യഥാർത്ഥ പ്രണയം എന്ന് പറയുന്നത് അത് വൈവാഹിക ജീവിതത്തിലൂടെ ലഭിക്കപ്പെടുന്ന പ്രണയമാണ്, അതിലൂടെ ലഭിക്കപ്പെടുന്ന കാരുണ്യമാണ്. എന്ന് അള്ളാഹു പറഞ്ഞത്. അള്ളാഹു നിങ്ങൾക്കിടയിൽ മവദ്ദത്ത്, പ്രണയവും കാരുണ്യവും ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഇണകൾക്കിടയിലാണ്. അതിനു മുമ്പ് തോന്നുന്നതെല്ലാം പൈശാചികമാണ്. അത് നിങ്ങളെ ചതിക്കുഴിയിൽ അകപ്പെടുത്തിക്കളയും എന്നെന്റെ പൊന്നുമക്കള് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരോട് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, ഈ രൂപത്തില് മക്കള് തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. കാരണം അത് ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ അവരുടെ പ്രായം അതാണല്ലോ. അവർക്കെല്ലാം ഇന്ന് ഇതിന്റെ ഉള്ളിൽ നിന്നും ലഭിക്കുകയാണല്ലോ. പിന്നെ അതൊന്ന് പരീക്ഷിച്ചു നോക്കാതിരിക്കുകയില്ലല്ലോ. അവരുടെ ശരീരം അതിനു വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എന്താണ് പരിഹാരം, അല്ലെ?
ഒരിക്കല് നമ്മുടെ കേരളത്തില് ഒരു കൗൺസിലർ വന്നിട്ട് ക്ലാസ് എടുത്തു. 99% കുട്ടികളും പാതിരാത്രികളില് മൊബൈൽ ഫോണിന്റെ ഉള്ളിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ തോന്നിവാസങ്ങളും അവരതിൽ അനുഭവിക്കുന്നുണ്ട്. ഇനി മൊബൈൽ ഫോൺ കൊടുക്കാൻ തയ്യാറായിട്ടില്ല എങ്കിൽ അത് കിട്ടാനുള്ള വഴി നോക്കുന്നുണ്ട്. പണം മോഷ്ടിച്ചിട്ടെങ്കിലും ഉമ്മയും ബാപ്പയും കാണാതെ മൊബൈൽ ഫോൺ വാങ്ങാനുള്ള ത്വര ഇന്നത്തെ മക്കൾക്കുണ്ട്. അതില്ലാതെ ജീവിക്കുക സാധ്യമല്ല എന്ന് ഒരു കൗൺസിലർ ക്ലാസ് എടുത്തപ്പോ ഒരു ഉമ്മാക്ക് വല്ലാത്ത ഭയം തോന്നി. എന്റെ കുട്ടിക്ക് അങ്ങനത്തെ സ്വഭാവം ഉണ്ടാകുമോ? 16 വയസ്സുള്ള ഒരു ആൺകുട്ടിയുണ്ട് അവർക്ക്. അവർ വിചാരിച്ചില്ല, എന്റെ കുഞ്ഞങ്ങനെ ചെയ്യില്ല. അതെന്റെയും നിങ്ങളുടെയും വിശ്വാസമാണ്. അങ്ങനെ ആ ഉമ്മ സമാധാനത്തോടെ അന്ന് രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ മക്കളോട് പറഞ്ഞു, മക്കളെ നിങ്ങളാരും ഉറങ്ങാൻ കിടന്നതിന്റെ ശേഷം ഫോൺ എടുക്കരുത് കേട്ടോ. മക്കൾ പറഞ്ഞു, ഉമ്മ ഞങ്ങൾ അങ്ങനെ ചെയ്യുകയില്ല. ഉമ്മ സമാധാനത്തോടെ കിടന്നുറങ്ങി. പക്ഷേ രാത്രി ഒന്ന് ഉണർന്നപ്പോ ഉമ്മക്കൊരാശങ്ക, ഞാൻ പറയുന്നത് കേൾക്കാതെ എന്റെ 16-കാരൻ അവൻ മൊബൈൽ ഫോൺ എടുത്തിട്ടുണ്ടാവുമോ? ആ ക്ലാസ് എടുത്ത വ്യക്തി പറഞ്ഞതെല്ലാം അവരുടെ മെമ്മറിയിലേക്ക് വരികയാണ്. പേടി തോന്നുകയാണ്. അവർ ശബ്ദമുണ്ടാക്കാതെ മകന്റെ വാതിലിന്റെ മുൻപിൽ ചെന്നിട്ട് താക്കോൽ പഴുതിലൂടെ നോക്കുമ്പോ മകനതാ 3 മണി സമയത്ത് മൊബൈലിലേക്ക് ഇങ്ങനെ നോക്കി കിടക്കുകയാണ്. വല്ലാത്തൊരു ലോകത്താണ് മകൻ. ഉമ്മ വാതിലിൽ മുട്ടിയപ്പോ മകനിങ്ങോട്ട് ഞെട്ടി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് എന്താണ് നീ ഉറങ്ങാത്തത്, എന്തിനാണ് നീ മൊബൈൽ ഫോൺ കയ്യിലെടുത്തതെന്ന് ചോദിക്കുമ്പോ ഉറങ്ങാനും സ്വൈര്യം തരില്ലേ എന്ന് ദേഷ്യത്തോടെ മകൻ ചോദിക്കുകയാണ്. എന്നിട്ട് ഉമ്മയുടെ മുന്നിലേക്ക് ദേഷ്യത്തോടെ വരുന്ന മകനെ കണ്ട് ഭയപ്പെട്ട് ആ ഉമ്മ റൂമിൽ കയറി വാതിലടക്കുകയാണ്. ഇത് ഒരു വീട്ടിൽ സംഭവിക്കുന്ന കാര്യമല്ല, നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നേയുള്ളൂ. മിക്കവാറും വീടുകളിൽ ഇതുണ്ട്. അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും. ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞത്, എനിക്ക് ഉമ്മയോട് പറയാൻ വയ്യ, നിങ്ങളോടൊരു സ്വകാര്യം എനിക്ക് പങ്കുവെക്കണം. ഒരു ദുർബല നിമിഷത്തില് ഞങ്ങളങ്ങനെ സംസാരിച്ച് കാട് കയറിയപ്പോ ഞാൻ എൻ്റെ ഉടുതുണിയില്ലാത്തൊരു ഫോട്ടോ അവൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിനി അപകടമാകുമോ എന്ന് എനിക്ക് പേടിയാകുന്നു, എന്നെ രക്ഷിക്കണം എന്നാണ് ഒരു പെൺകുട്ടി പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഇത് ലോകത്തിന്റെ കാഠിന്യമാണ്. ഈ കാഠിന്യ യുഗത്തിൽ ജീവിക്കാൻ വിധിച്ചവരാ നമ്മള്. ഇവിടെ മക്കളെ വളർത്താൻ വിധിച്ചവരാ നമ്മള്. എന്റെ ഉമ്മമാരോട് എന്റെ പൊന്നുമക്കളുടെ ഉമ്മമാരോട് എനിക്ക് പറയുവാനുള്ളത്, ഈ കാലത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? അവരെ കൈവിട്ടുപോയി എന്ന് മനസ്സ് വിലപിച്ച് കരയുകയല്ല, മറിച്ച് നമുക്ക് പരിഹാരമുണ്ട്. പരിഹാരം അതെന്താണെന്നറിയുമോ? അത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ മക്കളുടെ മനസ്സിലുണ്ടാക്കി കൊടുക്കലാണ്. മരിക്കാനുണ്ടെന്ന ബോധ്യം ഉണ്ടാക്കി കൊടുക്കലാണ്. ഒരു ഉമ്മ ഒരിക്കൽ എന്നോട് പറഞ്ഞു, സുബഹിക്ക് വിളിച്ചാൽ എണീക്കില്ല. എന്റെ മകള് കല്യാണം കഴിക്കാറായി പ്രായം. സുബഹിക്ക് വിളിച്ചുണർത്തുമ്പോ അവൾ എന്നോട് ദേഷ്യപ്പെടുകയാണ്. ഒരു ദിവസവും ഉമ്മ സ്വൈര്യം തരില്ലേ എനിക്കൊന്ന് കിടന്നുറങ്ങാന് എന്ന്. ആ സമയത്ത് ആ ഉമ്മ അത് പരാതി പറഞ്ഞു. അവൾ കല്യാണം കഴിക്കാൻ പ്രായമായി തുടങ്ങി, ഇപ്പോഴും അവൾ സുബഹി നമസ്കരിക്കുന്നില്ല, സങ്കടം എനിക്ക് സഹിക്കാനാവുന്നില്ലെന്ന് പരാതി പറഞ്ഞപ്പോ ഞാൻ ആ ഉമ്മയോട് പറഞ്ഞു, രാവിലെ എണീറ്റിട്ട് മകളോട് നീ എന്താണ് എണീക്കാത്തതെന്ന് ചോദിച്ച് അവളോട് ദേഷ്യപ്പെടുന്നതിന് മുമ്പ് കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് അവളുടെ കൂടെ അവളുടെ വിരിപ്പിലൊന്നിരുന്ന് അവളുടെ മുടിയിഴകളിലൂടെ ഒന്ന് തലോടി കണ്ണുനീരോടെ പറയണം, മോളെ നീ ഉമ്മാന്റെ സ്വത്താണ്, നീ നാളെ പരലോകത്തേക്ക് വേണ്ടി അള്ളാഹു എനിക്ക് തന്ന സ്വത്താണ്. നീ എങ്ങാനും സ്വർഗത്തിൽ നഷ്ടപ്പെട്ടാൽ ഉമ്മാക്കത് സഹിക്കാൻ കഴിയില്ല. എന്റെ മകൾ ഓർക്കണം, നാളെ ഖബറില് നീ ഒറ്റക്കായിരിക്കും. അവിടെ ഉമ്മ ഉണ്ടാവുകയില്ല, ഉപ്പ ഉണ്ടാവുകയില്ല, കൂട്ടുകാരും ഉണ്ടാവുകയില്ല. റബ്ബിന്റെ മുന്നില് നിന്റെ കർമ്മങ്ങളുമായിട്ട് നീ തനിച്ചു നിൽക്കേണ്ടി വരും. നാളെ മഹ്ശറയില് നരകത്തിന്റെ മുന്നിലെത്തുമ്പോ ഭയാനകതയാണ് കുഞ്ഞെ, അത് നിനക്ക് സഹിക്കാനാകില്ല എന്ന് കണ്ണിനീരോടെ ആ മകളോടൊന്ന് നിങ്ങൾ പറഞ്ഞു നോക്കൂ. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, ദിവസങ്ങളോളം നിങ്ങളത് അവളോട് പറയണം എന്ന് പറഞ്ഞ് അവളെ ഒന്ന് തലോടി അവളുടെ മൂർധാവിലൊരു ഉമ്മ കൊടുത്ത് അവളെ ഉറങ്ങാൻ പറഞ്ഞയക്കൂ. എന്നിട്ട് പോയിട്ട് സുബഹിക്കൊന്ന് വിളിച്ചുണർത്തു എന്ന്. ഇപ്പോൾ ആ ഉമ്മ പറയുന്നു, അവൾ കറക്റ്റായിട്ട് എഴുന്നേറ്റ് നമസ്കരിക്കുന്നുണ്ട് എന്ന്. അവൾ നല്ല കുട്ടിയാണ് മാഷാ അല്ലാ എന്ന്. നമ്മൾ ദേഷ്യപ്പെട്ടത് കൊണ്ട് കാര്യമില്ല. സ്നേഹമാണ് വേണ്ടത്. ചേർത്ത് പിടിക്കണം. എങ്കിലേ അവർ നമ്മളോട് എല്ലാം തുറന്നു പറയുകയുള്ളൂ. പടച്ചോനെ കുറിച്ചുള്ള ബോധമാണ് നൽകേണ്ടത്, മരണത്തെക്കുറിച്ചുള്ള ബോധമാണ് നൽകേണ്ടത്. ഒരു മക്കളും എങ്കിൽ വഴിതെറ്റിപ്പോകില്ല.
ഈ രൂപത്തിൽ നമ്മൾ അവരോട് പെരുമാറുകയാണെങ്കിൽ, പക്ഷെ ഉമ്മമാരോട് എനിക്ക് പറയാനുണ്ട്, അള്ളാഹുവിനെ കുറിച്ച് പറയണമെങ്കിൽ, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പറയണമെങ്കിൽ, അതേ പ്രകാരം തന്നെ മരണത്തെ കുറിച്ച് പറയണമെങ്കിൽ ഒരു യോഗ്യത വേണം കേട്ടോ. ഒരു യോഗ്യത എനിക്കും നിങ്ങൾക്കും വേണം അല്ലേ? ആ യോഗ്യത എന്താണ്? നല്ലൊരു മുസ്ലിമത്തായിരിക്കണം, നല്ല സ്നേഹമുള്ള ഒരു ഭാര്യയായിരിക്കണം, നല്ല അനുസരണയുള്ള ഒരു ഭാര്യയായിരിക്കണം, 5 വക്ത് നമസ്കരിക്കുന്ന, അള്ളാഹുവിനെ ഭയപ്പെടുന്ന അങ്ങനെയുള്ളൊരു മുഅ്മിനത്തായിട്ട് ജീവിക്കുന്നുണ്ട് എന്ന് മക്കൾക്ക് തോന്നണം. എങ്കിലേ ആ മക്കള് നമ്മുടെ വാക്കിന് വില കൽപ്പിക്കുകയുള്ളൂ. ഭർത്താവിന് ഇഷ്ടപ്പെട്ടൊരു ഭാര്യ, ഉമ്മാക്കും വാപ്പാക്കും ഇഷ്ടപ്പെട്ടൊരു മകള് അല്ലെ, കുടുംബത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരംഗം, അയൽവാസിനികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു അയൽവാസിനി, അങ്ങനെയൊക്കെ നല്ല ഒരു വ്യക്തിത്വമാണെങ്കിൽ നമ്മൾ പറയുന്നത് നമ്മുടെ മക്കൾ അനുസരിക്കും. ഇതെനിക്ക് എൻ്റെ ഉമ്മമാരോട്, എൻ്റെ പൊന്നുമക്കളുടെ ഉമ്മമാരോട് പറയാനുള്ള ഏക പോംവഴിയാണ് മക്കളുടെ മുന്നിൽ നല്ല വ്യക്തിത്വമാവുക, മക്കളുടെ മുന്നിൽ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, മരണത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, ചേർത്ത് പിടിക്കുക, മുർദാവിലൊരു ഉമ്മ കൊടുക്കുക. ആ മക്കള് ഇന്നല്ലെങ്കിൽ നാളെ നന്നാവും. ഇനി എൻ്റെ പൊന്നുമക്കളോട് പറയാനുള്ളത്, എൻ്റെ കുഞ്ഞുമക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ പ്രായത്തില് എല്ലാം ഇങ്ങനെ സുഖമായി ജീവിക്കാനുള്ള ഒരു ജീവിതമാണ് ഇത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങളുടെ ചെയ്തു കൂട്ടുന്ന പാപങ്ങളെല്ലാം മറച്ചു വെക്കാൻ കഴിയുമെന്ന്, മൊബൈൽ ഫോണിൽ ഹൈഡ് ചെയ്ത് വെക്കാൻ കഴിയുമെന്ന്, ചാറ്റ് റൂമുകളിൽ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നുണ്ട്, ലുഖ്മാൻ നബി അലൈഹിസ്സലാമിന്റെ താക്കീതായിട്ട് പൊന്നുമോനോട്, യാ ബുനയ്യ, എൻ്റെ കുഞ്ഞുമോനെ, ഇന്നഹാ ഇൻ തകും മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, പൊന്നുമോനെ നീ ചെയ്യുന്നത് ഒരു കടുകുമണിയോളം പാപമാണെങ്കിലും, ഏറ്റവും ചെറിയ ഒരു പ്രവൃത്തിയാണെങ്കിലും, നീ ചെയ്തത് ഏതെങ്കിലും ഇടുക്കുകൾക്കുള്ളിലോ ആകാശത്തോ ഭൂമിയിലോ എവിടെയാകട്ടെ, എന്താണ്? അല്ലാഹു അത് കൊണ്ടുവരിക തന്നെ ചെയ്യും. അല്ലാഹുവിന്റെ കണ്ണ് വെട്ടിക്കാൻ സാധ്യമല്ല. അതിന്റെ പാപങ്ങൾ പേറേണ്ടി വരും ജീവിതത്തിലും മരണത്തിന്റെ ശേഷവും. എന്റെ മക്കളത് ഓർത്തെടുക്കണം. ഇന്ന് നിങ്ങൾ പറയും, കുഞ്ഞുമക്കളോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങള് അവൻ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്, അവനെ ഞങ്ങൾക്ക് മറന്നു കളയാൻ സാധ്യമല്ല എന്ന്. അങ്ങനെയുള്ള മക്കളോട് നിങ്ങളെപ്പോലെയുള്ള ഒരു പെൺകുട്ടി പറഞ്ഞ ഒരു അനുഭവം നിങ്ങളുടെ മുൻപിലേക്ക് വെക്കുകയാണ്. ആ പെൺകുട്ടി +2 പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അവളുടെ അതേ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു യുവാവുമായിട്ട് അവൾ പ്രണയത്തിലാണ്. കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യത്തില് പലപ്പോഴും മാതാപിതാക്കൾ ഗൾഫിലായിരിക്കും. 10ാം ക്ലാസ് കഴിഞ്ഞാൽ കുട്ടികളെ ഇവിടെ +1നും +1 ചേർത്തിട്ട് അവർ പോകും. കുടുംബ വീട്ടിലെ ഉമ്മയുടെയും ഉപ്പയുടെയും അഥവാ വലിയുമ്മയുടെയും വലിയുപ്പയുടെയും കൂടെ നിന്നാണ് കുട്ടി പഠിച്ചിരുന്നത്. 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ പെൺകുട്ടി കൂടെ പഠിക്കുന്ന ഒരു യുവാവുമായിട്ട് പ്രണയത്തിലാവുകയും അതേ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുമായിട്ട് പ്രണയത്തിലായി. വീട്ടിലറിഞ്ഞപ്പോ അവർ ഉമ്മാക്കും ഉപ്പാക്കും മെസ്സേജ് ചെയ്തു, നിന്റെ മകള് ഇങ്ങനെയൊക്കെയാണ്, വേഗം നാട്ടിലേക്ക് തിരിച്ചു വരണം, ഞങ്ങൾക്ക് അവളെ നിയന്ത്രിക്കാനാകില്ല. ഉമ്മ അവിടെ നല്ല ജോലി ഉണ്ടായിരുന്നു, അതുപേക്ഷിച്ച് നാട്ടിലേക്ക് വന്നു മകളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. മകൾ പറഞ്ഞു, സാധ്യമല്ല, ഞാൻ സ്നേഹിച്ച പുരുഷനെ മറക്കാൻ എനിക്ക് നിർവാഹമില്ല എന്ന്. അവസാനം വാപ്പയും വന്നു, മകളെ അടിച്ചു പ്രഹരിച്ചു, അവൾ പിന്മാറാൻ തയ്യാറല്ല. ഇന്നത്തെ മക്കൾ അങ്ങനെയാണ് അല്ലെ? അവസാനം അവളെ വീടിന്റെ റൂമിലിട്ട് പൂട്ടി, പുറത്തേക്ക് ഇറങ്ങണ്ട, പഠനം മതിയാക്കാം. ആ സമയത്ത് കുട്ടി പറഞ്ഞു, ഞാൻ ഇവിടെ കിടന്ന് മരിച്ചാലും അവനെ മറക്കാൻ എനിക്ക് സാധ്യമല്ല, ഞാൻ അവരെ അത്രത്തോളം സ്നേഹിച്ചു പോയി എന്ന്. ഇത് ഈ പ്രായത്തിന്റെ ഒരു പ്രത്യേകതയാണ് മക്കളെ. അത് വല്ലാത്ത സ്നേഹമാണെന്ന് നിങ്ങൾ വിചാരിച്ചു പോവുകയാണ്. അങ്ങനെ ഉമ്മയും ബാപ്പയും ഒഴിവാക്കി. ഇനി ഇവളെ പറഞ്ഞ് നന്നാക്കാൻ സാധ്യമല്ല എന്ന് ഉമ്മയും ബാപ്പയും തീരുമാനമെടുത്തു. അങ്ങനെ ആ കുട്ടിയെ തുറന്നു വിട്ടു. അവൾ സ്കൂളിൽ പോകാൻ തുടങ്ങി, അവനുമായിട്ട് സ്വാതന്ത്ര്യത്തോടെ കറങ്ങി നടക്കാൻ തുടങ്ങി. ഇനി ആരെയും പേടിക്കാനില്ലല്ലോ. അങ്ങനെ ബാപ്പ ഗൾഫിലേക്ക് തിരിച്ചുപോയി. ഉമ്മ ജോലിയൊക്കെ ഒഴിവാക്കി വന്നതാ, സങ്കടത്തോടെ വീട്ടിലുണ്ട്. മകളുമായിട്ട് മിണ്ടാറില്ല. മകൾ വീട്ടിൽ വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, പോകുന്നു. ഉമ്മയും മകളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അവളുടെ 2 അനിയന്മാരെയൊക്കെ ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് കൊണ്ടുവന്ന് സ്കൂളിൽ ചേർത്തി. അങ്ങനെ ആ ജീവിതം മുന്നോട്ട് പോവാണ്. അതിനിടയിൽ അവളുടെ അനിയന് മഞ്ഞപ്പിത്തം ബാധിച്ചു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവനത് സുഖപ്പെട്ട് വീട്ടിലേക്ക് വന്നു. 2ാമത് മഞ്ഞപ്പിത്തം ബാധിച്ചത് അവൾക്കായിരുന്നു. അവളുടേത് കുറച്ച് അധികമായി പോയി, ക്രിട്ടിക്കൽ സ്റ്റേജിലായി പോയി. ICUവിലാണെന്ന് അറിഞ്ഞ് ബാപ്പ ഗൾഫിൽ നിന്നും വരികയാണ്.
ആ പെൺകുട്ടി പറയുന്നു, എൻ്റെ ബോധം നഷ്ടപ്പെടുമ്പോ എൻ്റെ ഉമ്മ ICUവിന്റെ അപ്പുറത്തിന് ഉമ്മ എവിടെയെന്ന് ഞാൻ സിസ്റ്ററോട് ചോദിക്കുമ്പോ ഉമ്മ പുറത്തുണ്ട്, ഭയപ്പെടണ്ട എന്ന് സിസ്റ്റർ എന്നോട് പറഞ്ഞു. അത്രേ എനിക്കറിയുള്ളൂ. പിന്നീട് ഒരു പാതിരാത്രിയാണെന്ന് തോന്നുന്നു, ഉറക്കമുണർന്നപ്പോ ഞാൻ കാണുന്ന കാഴ്ച, എന്റെ മുന്നിലിരിക്കുന്നുണ്ട് ഒരു ചെയറില് ആകാശത്തേക്ക് കണ്ണും നട്ടൊരു മനുഷ്യൻ. സൂക്ഷിച്ചു നോക്കിയത് എന്റെ ഉപ്പയാണ്, സൂക്ഷിച്ചു നോക്കിയത് എന്റെ ഉപ്പയാണ്. ആ രണ്ട് കണ്ണുകളും എങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട്. അപ്പോഴാണ് ഒരു കണ്ണുനീർത്തുള്ളി എന്റെ നെറ്റിയിലേക്ക് വന്ന് വീണത്. നോക്കുമ്പോ എന്റെ തലക്കാമ്പുറത്ത് എന്റെ ഉമ്മ ഇരിക്കുന്നുണ്ട്. എന്റെ ഉമ്മ മുഅവ്വിദത്തൈനികൾ പാരായണം ചെയ്ത് കൈവെള്ളയിൽ ഊതി എന്നെ ഇങ്ങനെ തടവുന്നുണ്ട്. ഉമ്മയുടെ നാവുകൾ അങ്ങനെ ചലിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കി, എന്റെ ഉമ്മയും ഉപ്പയും അല്ലാഹുവോട് ചോദിക്കുന്നത് എന്റെ ജീവന് വേണ്ടിയിട്ടാണ്. അവരെ എത്രത്തോളം വേദനിപ്പിച്ചോ അതേ മകളുടെ ജീവന് വേണ്ടിയിട്ടാണ്. ആ മകള് മരിച്ചു പോകുമോ എന്ന് അവർ വല്ലാതെ ഭയപ്പെടുന്നു. ആ നിമിഷം ഞാൻ ഓർത്തു, എന്തിനാ എന്റെ മാതാപിതാക്കൾ എന്നെ ഇത്രയും സ്നേഹിക്കുന്നത് എന്ന്. ഒരക്ഷരം ഉരുവിടുന്നതിന് മുമ്പ് ഞാൻ റബ്ബിനോട് ഒരു കരാർ ചെയ്തു, എന്നെ ഇത്രമാത്രം സ്നേഹിച്ച എന്റെ മാതാപിതാക്കളെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട് റബ്ബേ, നീ എനിക്ക് പുറത്തു തരണേ. നീ എങ്ങാനും ജീവിക്കാൻ എനിക്ക് അവസരം ബാക്കി തന്നാൽ ഞാൻ എന്റെ മാതാപിതാക്കളെ ഒരുപാട് സ്നേഹിക്കുമെന്ന് ആ കുട്ടി അത് കരാർ ചെയ്തു. അങ്ങനെ ക്രമേണ അവളുടെ രോഗം സുഖപ്പെട്ടു. വീട്ടിലേക്ക് തിരിച്ചു വന്നു. അവളുടെ കാമുകൻ അവളെ ഫോൺ ചെയ്യുന്നു. നിന്നെ കാണാതെ ദിവസങ്ങളോളം ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. നീ ഇല്ലാത്ത ജീവിതം വല്ലാത്ത ജീവിതമാണെന്ന് പറഞ്ഞു. ആ പെൺകുട്ടി പറഞ്ഞു, ഇല്ല, ഇനി നീയുമായിട്ടൊരു ബന്ധവുമില്ല. എന്ത് പറ്റി? ഞാൻ എന്തൊരു ദ്രോഹം ചെയ്തു നിന്നോട്? ആ സമയത്ത് ആ കുട്ടി പറഞ്ഞു, എന്റെ ഉമ്മാക്കും ഉപ്പാക്കും ഇഷ്ടമില്ലാത്തതൊന്നും ഞാൻ പ്രവർത്തിക്കുകയില്ല എന്ന്. അല്ലേ? അത് ഏറ്റവും നല്ലൊരു തീരുമാനമാണ്. കാരണം എന്റെ മക്കളെ, നിങ്ങൾ അറിയണം, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തി, മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹുവിന്റെ കോപം. അതുകൊണ്ട് എന്റെ പൊന്നുമക്കളെ, ആ ഉമ്മയെ, ആ ബാപ്പയെ നിങ്ങൾ ഒരിക്കലും വേദനിപ്പിക്കില്ല എന്ന് തീരുമാനമെടുക്കണം. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട മാതാക്കളോടും മക്കളോടും എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിൽ നിങ്ങൾക്ക് മനഃശക്തി നേടണോ? നമസ്കാരത്തിൽ നിങ്ങൾ മുൻപന്തിയിലായിരിക്കണം. കൃത്യമായിട്ട് നിങ്ങൾ നമസ്കരിക്കണം. നമ്മളൊക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരുപാട് ദുആ ചെയ്യാറുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന കേട്ടിട്ടുണ്ടോ? കഅബാലയത്തിന്റെ ചാരത്ത് മക്കളെ പാർപ്പിച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കരൾ നൊന്ത് റബ്ബിലേക്ക് കൈകൾ ഉയർത്തി ദുആ ചെയ്തത് എന്താണെന്നറിയോ? റബ്ബിജ്അൽനി മുഖീമസ്സലാത്തി വമിൻ ദുരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. അല്ലാഹുവേ, എന്നെയും എൻ്റെ മക്കളെയും നമസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തണേ എന്ന്. പിന്നെ പ്രാർത്ഥിച്ചു, റബ്ബി ഔഫുർലി വലിവാലിദയ്യ, എനിക്കും എൻ്റെ ഉമ്മാക്കും ബാപ്പാക്കും നീ പുറത്തു തരണേ എന്ന്. അല്ലേ? ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. നമ്മൾ പലതിനു വേണ്ടിയിട്ടും ദുആ ചെയ്തിട്ടുണ്ട്. അല്ലേ? ഒന്ന്, സങ്കടങ്ങൾ അനുഭവിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ, മക്കളെ ഓർത്ത് വേവലാദ്യം പൂണ്ടവരുണ്ടെങ്കിൽ, ഇന്നേ ദിവസം തൊട്ട് പാതിരാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഒന്ന് ഉണർന്നെഴുന്നേറ്റ് പടച്ച തമ്പുരാന്റെ മുൻപിലേക്ക് കണ്ണു നിറച്ചിട്ടൊന്ന് പറയണേ, റബ്ബിജ്അൽനി മുഖീമസ്സലാത്തി വമിൻ ദുരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ആ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ മക്കള് വഴിതെറ്റിപ്പോകില്ല. കാരണം അള്ളാഹുവിന്റെ ഒരു കാരുണ്യത്തിന്റെ കരുതലുണ്ടാകും, അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെ തണുപ്പുണ്ടാകും. ഒരു സംശയവും വേണ്ട. അല്ലേ? ആ മക്കളെ നാളെ നമുക്കുണ്ടാവുള്ളൂ. ആ ഒരു ഓർമ്മ നമുക്ക് വേണം, എപ്പോഴും വേണം. നമ്മൾ ഓരോരുത്തരും മരിച്ചു പോകാൻ നേരത്ത് നമ്മളൊക്കെ, എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മരണം എന്ന് പറയുന്നത് ഭയാനകമാണ് എന്ന്? മരണം അതികഠിനമാണ് എന്ന് വിചാരിക്കുന്നുണ്ടോ? എൻ്റെ മക്കളോട് എനിക്ക് പറയുവാനുള്ളത് എന്താണെന്നറിയോ? നിങ്ങൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കണം. ഭയപ്പെടുകയല്ല വേണ്ടത്, സമാധാനിക്കുകയാണ് വേണ്ടത്. മരണത്തെക്കുറിച്ച് ഓർത്ത് സമാധാനിക്കണം. ഖബറില് ആ മണ്ണിന്റെ താഴെ ഒറ്റക്ക് കിടക്കുന്നത് ഓർത്തിട്ട് പേടി തോന്നിയിട്ടുണ്ടോ? ആർക്കെങ്കിലും പേടി തോന്നിയിട്ടുണ്ടോ? എങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ? ഖബറില് നമ്മുടെ ആത്മാവെത്തുമ്പോ അവിടെ നമ്മളോട് ചില ചോദ്യങ്ങളുണ്ട്. മർറബ്ബുക, ആരാണ് നിന്റെ റബ്ബ്? 4 ചോദ്യമുണ്ടെന്നാണ് പരിശുദ്ധ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഓരോന്നിനും ഉത്തരം നമ്മൾ പഠിച്ച് ബൈഹാർട്ടാക്കി പോയിട്ട് കാര്യമില്ല. നമ്മൾ ഈ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ ഭയപ്പെട്ട് നമസ്കാരം നിലനിർത്തി ഉമ്മ ബാപ്പമാരെ സ്നേഹിച്ച്
നല്ല ഒരു കുട്ടിയായി ജീവിച്ചാൽ ഉത്തരമൊക്കെ അവിടെ കിട്ടും. അള്ളാഹുവിനെയും ഭയപ്പെടുക, അവന്റെ റസൂലിനെ അനുസരിക്കുക, അവന്റെ അള്ളാഹിന്റെ റസൂല് ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുക, അവൻ അനുവാദം ചെയ്യുന്നത് പ്രാവർത്തികമാക്കുക, അല്ലേ? അങ്ങനെ നമ്മൾ ജീവിച്ച് ആ ഖബറിലുള്ള ചോദ്യമുണ്ടല്ലോ, ഖബറിൽ കിടക്കുന്നതോർത്ത് പേടിയാണല്ലോ ഇന്നല്ലേ? ഖബറിലെ എല്ലാ ചോദ്യവും കഴിഞ്ഞ് മായിൽമുക്ക, എന്താണ് നിന്റെ അറിവെന്നുകൂടി ചോദിച്ചു കഴിയുമ്പോൾ പരിശുദ്ധ ഖുർആനാണ്, അത് പഠിച്ചതനുസരിച്ചാണ് ഞാൻ ജീവിച്ചതെന്ന ബോധ്യത്തോടെ ആ ഖുർആൻ എന്ന് നമ്മൾ പറയപ്പെടുമ്പോൾ അവിടെ വിളിച്ചു പറയും അത്രേ, സ്വർഗത്തിൽ നിന്നും ഒരു വാതിൽ തുറക്കുക, സ്വർഗത്തിലെ ഒരു വിരിപ്പ് കൊണ്ടുവരിക. എത്ര മനോഹരമാണ് ആ ഖബറിലെ ജീവിതം. കണ്ണെത്താ ദൂരത്തോളം അതങ്ങനെ വ്യാപിക്കും. ദുനിയാവിലെ ഒരു ആർഭാടം നിറഞ്ഞ വീട്ടിൽ പോലും അത്ര സുന്ദരമായ ജീവിതം ഉണ്ടാകില്ല. പിന്നെന്തിനാണ് നമ്മൾ ഖബറിനെ ഭയപ്പെടുന്നത്? ഇതിനേക്കാളും സുന്ദരമാണ് പരലോകത്ത് ഹർഷിന്റെ തണല് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു കൂട്ടരുണ്ട് കേട്ടോ. അതാരാന്നറിയോ? യുവത്വത്തിൽ നന്മ ചെയ്തവര്. എല്ലാ തെറ്റും ചെയ്യാൻ ആഗ്രഹമുണ്ടായപ്പോഴും അള്ളാഹു കാണുമെന്ന് ഭയപ്പെട്ട് നന്മയിൽ മുഴുകിയ കൗമാരക്കാരെ, നാളെ ഹർഷിന്റെ തണലുണ്ടാകും. നിങ്ങൾക്ക് ഹർഷിന്റെ തണലുണ്ടാകും. അത് ഭൂമിയിലെ ഒരു സുഖാനുഭൂതിക്കും തുല്യമല്ല, അതിനേക്കാൾ എത്രയോ മുകളിലാണ്. സ്വർഗമാകട്ടെ അതിമനോഹരമാണ്. പിന്നെന്തിനാ നമ്മൾ മരണത്തെ ഭയപ്പെടുന്നത്? നമ്മൾ എന്തിനാ ജനിച്ച് ജീവിക്കുന്നതെന്നറിയോ? ഒരിക്കലും മരണമില്ലാത്ത അള്ളാഹുവിന്റെ കൂടെ സുഖസുന്ദരമായി സ്വർഗത്തിൽ ജീവിക്കാൻ വേണ്ടി മാത്രം ഭൂമിയിലേക്ക് പറഞ്ഞയച്ച മനുഷ്യരാ നമ്മള്, ഭൂമിയിലേക്ക് പറഞ്ഞേക്കപ്പെട്ട മനുഷ്യരാ നമ്മള്. അതുകൊണ്ട് നമസ്കാരം നിലനിർത്തി ഉമ്മ ബാപ്പമാരെ അനുസരിച്ച് ഏതൊരു തെറ്റിന്റെ മുൻപിലും അള്ളാഹു കാണുന്നുണ്ട് എന്ന് ഭയപ്പെട്ട് അതിൽ നിന്നും പിന്മാറി ജീവിക്കാൻ തയ്യാറാവുക എന്ന് മാത്രമേ എനിക്ക് എൻ്റെ പൊന്നുമക്കളോട് പറയുവാനുള്ളൂ. അവസാനമായിട്ട് എൻ്റെ പൊന്നു ഉമ്മമാരോട് പറയുവാനുള്ളത്, നമ്മുടെ മക്കൾ നമ്മുടെ സമ്പാദ്യമാണ്. ജീവിതത്തില് രോഗങ്ങളും വാർദ്ധക്യവുമാണ് ഇനി നമ്മുടെ മുന്നിലേക്ക് വരാനുള്ളത്. ജീവിച്ച സുഖമെല്ലാം കഴിഞ്ഞുപോയി. ഇനി പ്രയാസത്തിന്റെ നാളുകളാണ് ദിനം ചെല്ലും തോറും നമുക്ക് വരാനുള്ളത്. നമുക്ക് മരണവും കടന്നു വരാനുണ്ട്, അല്ലേ? നമ്മൾ മരിച്ച ശേഷം ഈ പറയുന്ന ഖബറിലേക്ക് നമ്മൾ പോകുമ്പോ നമ്മുടെ കൈത്തലത്തിൽ എന്താ ഉള്ളത്? എന്താ കൊണ്ടുപോകാനുള്ളത്? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. നാളേക്ക് കൊണ്ടുപോകാൻ എന്തുണ്ട് എന്ന ചോദ്യത്തിന്റെ മുൻപിൽ പാവപ്പെട്ടവരായ സ്ത്രീകൾ നമ്മള് കൃത്യമായി നിസ്കരിച്ചൊരു നിസ്കാരം, നോമ്പ്, ഇതിൽ കൂടുതലൊന്നുമില്ല കേട്ടോ. അങ്ങനെ ജീവിച്ചവരാ നമ്മള്. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന വല്ലാത്തൊരു സമ്പത്തുണ്ട്, സ്വാലിഹായ മക്കള്. സ്വാലിഹായ മക്കള് നാളെ നമ്മുടെ മരണത്തിന്റെ ശേഷം നമുക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് കണ്ണു നിറച്ചിട്ട് റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സ്വൈറ എന്ന് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുമക്കളെ ഉണ്ടാക്കിയെടുത്താൽ അതിനേക്കാളും മഹത്തരമായിട്ട് എന്തുണ്ട്? ഇന്ന് തന്നെ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് സ്നേഹത്തിന്റെ ചില അടയാളങ്ങളാണ്. തെറ്റ് ചെയ്തവരോടൊക്കെ ഒന്ന് മാപ്പ് ചോദിക്കണം, ഭർത്താവിനോട് പറയണം എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടായിട്ടുണ്ടെങ്കിൽ പൊറുക്കണേ എന്ന്, മക്കളോട് പറയണം ഉമ്മാന്റെ അടുത്ത് വല്ല പോരാത്തരവും സംഭവിച്ചുവെങ്കിൽ ഉമ്മാന്റെ കുട്ടി പൊറുക്കണേ എന്ന്. നാളെ നമ്മൾ മരിച്ച് മയ്യത്ത് കട്ടിലിൽ കിടക്കുമ്പോ ആ ഭർത്താവും ആ മക്കളും നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരും കരള് നൊന്ത് പ്രാർത്ഥിക്കും. നമ്മൾ പറഞ്ഞ വാക്കുകൾ ഓർത്തുകൊണ്ട് നമ്മളുടെ ഖബറിന്റെ ഏകാന്തതയിൽ നമ്മൾ തനിച്ചോ ആകുമ്പോ ആ പ്രാർത്ഥന, സ്വാലിഹായ മക്കളുടെ പ്രാർത്ഥന, അത് ഒരു വരുമാനമായിട്ട് ഖബറിലേക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. അവസാനമായിട്ട് രണ്ട് മനുഷ്യരുടെ മരണത്തെ നിങ്ങളുടെ മുൻപിലേക്ക് വെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മക്കളെ വളർത്തുന്ന ഉമ്മമാരുടെ മുൻപിലേക്ക്, പൊന്നുമക്കളുടെ മുൻപിലേക്ക് വെക്കുവാനുള്ളത്, 70 or 75 വയസ്സ് പ്രായം വരെ ജീവിച്ച ഒരു സ്ത്രീ മരിക്കുകയുണ്ടായി. മരിച്ച് അവരുടെ മയ്യത്ത് എടുത്തു കിടത്തിയിട്ട് മയ്യത്ത് നമസ്കരിക്കാൻ ആരുണ്ടെന്ന് ചോദിച്ചപ്പോ, ഇമാമത്ത് നിൽക്കാൻ ആരുണ്ടെന്ന് ചോദിച്ചപ്പോ 5 മക്കളുണ്ട്, ആണായിട്ടും പെണ്ണായിട്ടും. അവർക്ക് 5 പേർക്കും അറിയില്ല മയ്യത്ത് നമസ്കാരത്തിന് ഇമാമത്ത് നിന്നുകൊണ്ട് നിസ്കരിക്കാൻ. അവർ പഠിച്ചിട്ടില്ല. അഥവാ 70-75 വർഷക്കാലം ജീവിച്ചു 50ഓളം വയസ്സുള്ള മക്കളുണ്ട്, 50ൽ കൂടുതൽ വയസ്സുള്ള മക്കള്. ആ 50-55 വർഷക്കാലം മക്കളുടെ കൂടെ ഉമ്മയായി ജീവിച്ചിട്ട് ഒന്ന് മയ്യത്ത് നമസ്കരിക്കാൻ പോലും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലാത്ത, ഭാഗ്യമില്ലാത്ത ഉമ്മ. അതിലാണോ നമ്മൾ എന്ന് നമ്മളൊന്ന് അന്വേഷിക്കുക. മറ്റൊരു ഉമ്മ ആരാന്നറിയോ? വെറും 36 വയസ്സാണ് പ്രായം. മൂത്ത കുട്ടിക്ക് വയസ്സ് 14. ഈ ഗിഫ്റ്റ് സ്കൂളിനെ പോലെ നല്ലൊരു സ്കൂളിൽ പഠിപ്പിച്ചു. ആ കുട്ടി ഇസ്ലാമിൻ്റെ മാർഗങ്ങളിലൂടെ നടന്നുപോയി.
മയ്യത്ത് നമസ്കാരവും കാര്യങ്ങളും എല്ലാം അവൾ പഠിച്ചു. ആ ഉമ്മാക്ക് 36 വയസ്സാകുമ്പോൾ പെട്ടെന്ന് ക്യാൻസർ ബാധിച്ചു. 2 വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത ഒരു കുട്ടിയുണ്ട്, 6 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്, 14 വയസ്സുള്ള ഒരു മകളുമുണ്ട്. ഉമ്മ എപ്പോഴും ഹോസ്പിറ്റലിലാണ്. മകളാണ് വീട്ടിലെ കാര്യമെല്ലാം നോക്കുന്നത്, കുഞ്ഞനിയനെ കുളിപ്പിക്കുന്നത്, ഉറക്കിക്കിടത്തുന്നത്, മറ്റേ അനിയന് സ്കൂളിൽ പോകാൻ വേണ്ടി യൂണിഫോം അലക്കി കൊടുക്കുന്നത്, പുസ്തകം എടുത്തു കൊടുക്കുന്നത്, ഭക്ഷണം ബാഗിൽ വെച്ചു കൊടുക്കുന്നത്, എല്ലാം ഈ 14-കാരിയാണ്. എല്ലാവരും പറഞ്ഞു എത്ര പെട്ടെന്നാണ് പെൺകുട്ടികൾക്ക് പക്വത വരുന്നത് എന്ന്. പക്ഷെ ഒരു ദിവസം രാവിലെ അവളുടെ ഉമ്മുമ്മ വന്നിട്ട്, മോളെ ഉമ്മ മരിച്ചു കേട്ടോ എന്ന് വേദനയോടെ പറഞ്ഞപ്പോ ആ 14-കാരി വാവിട്ട് കരഞ്ഞു. തൊട്ടിലിൽ നിന്നും കുഞ്ഞനിയനെ എടുത്ത് മാറോട് ചേർത്തിട്ട് സഹിക്കാനാവാതെ അവൾ വിങ്ങിപ്പൊട്ടി കരഞ്ഞു. ഉമ്മയുടെ മയ്യത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. കുളിപ്പിച്ച് കിടത്തിയിട്ട് ചോദിച്ചു, മോളെ നീ നിസ്കരിക്കണില്ലേ ഉമ്മാക്ക് വേണ്ടിയിട്ട്? ആ കുഞ്ഞുമോള് കണ്ണീര് തുടച്ചു. അനിയനെ ആരുടെയോ കയ്യിൽ കൊടുത്തു, ഒതുവെടുത്ത് വന്നു. ഉമ്മാന്റെ കൂടെ നിന്ന് നമസ്കരിക്കാറുണ്ടായിരുന്ന കുഞ്ഞു നമസ്കാരക്കുപ്പായം എടുത്തവളിട്ടു. ഉമ്മാന്റെ വയറിന്റെ ഭാഗത്ത് പോയി നിന്നു. അവൾ ഉമ്മാക്ക് വേണ്ടി നമസ്കരിച്ചു. ഫാത്തിഹ ഓതി, സ്വലാത്ത് ചൊല്ലി 2ാമത്തെ തക്ബീറില് 3ാമത്തെ തക്ബീറിലേക്ക് പ്രവേശിച്ചു. എന്നിട്ട് ഉമ്മാക്ക് വേണ്ടിയിട്ടുള്ള മയ്യത്തിലെ പ്രാർത്ഥന, മയ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ചൊല്ലിയപ്പോ ആ കുഞ്ഞു കണ്ടമിടറി, ആ കുഞ്ഞു കണ്ണ് നിറഞ്ഞു. അവൾ ഇങ്ങനെ തേങ്ങിപ്പോയി. അവളുടെ തേങ്ങലുകൾ പിന്നിലുള്ള ഓരോ മനുഷ്യരിലേക്കും പടർന്നു പിടിച്ചു. എല്ലാ സ്ത്രീകളും കരഞ്ഞുകൊണ്ടാ അവർക്ക് വേണ്ടി നമസ്കരിച്ചത്. ഒരു 36 കൊല്ലം ജീവിച്ചു. അതിൽ 14 കൊല്ലമാണ് മക്കളുടെ കൂടെ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചത്. എന്നിട്ട് നാളേക്ക് വേണ്ടി മക്കളെ ഒരുക്കിയിരിക്കുന്നു. ഇന്ന് ആ ഉമ്മ ഖബറിന്റെ അകത്തളങ്ങളിൽ കിടക്കുമ്പോ ആ 14ഓ 15ഓ വയസ്സുള്ള പൊന്നുമോളുടെ പ്രാർത്ഥന ഒരു തണലായിട്ട്, ഒരു കുളിരായിട്ട് ചെന്നെത്തുന്നുണ്ടാകും. പ്രിയപ്പെട്ടവരെ, എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾ അങ്ങനെയുള്ള മക്കളാവുക. പൊന്നുമ്മമാരെ, അങ്ങനെയുള്ള മക്കളെ വളർത്തുക എന്ന് മാത്രം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. പടച്ച റബ്ബ് ഈ കെട്ടകാലത്ത് നല്ല മക്കളെ വളർത്താൻ ഭാഗ്യം ലഭിച്ച മാതാപിതാക്കളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. എൻ്റെ പൊന്നുമക്കൾക്ക് സൽപാന്താവിൽ കാലുറപ്പിച്ച് നിർത്തുവാനുള്ള ഈമാനിൻ്റെ ഇസ്സത്ത് അള്ളാഹു കൊടുക്കുമാറാകട്ടെ. ഈ മുഷിഞ്ഞ കാലത്ത് ഞാൻ അള്ളാഹുവിൻ്റെ ദീനിൽ വിശ്വസിക്കുന്നവളാണ്. വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ എന്ന് ആർജവത്തോടെ പറയുന്ന, ഞാനൊരു മുസ്ലിമത്താണെന്ന് ആർജവത്തോടെ പറയുന്ന മക്കളായിട്ട്, ഞാനൊരു മുസ്ലിമാണെന്ന് ആർജവത്തോടെ പറയുന്ന മക്കളായിട്ട് നമ്മുടെ മക്കളെ അള്ളാഹു ഉയർത്തുമാറാകട്ടെ. തെറ്റിൻ്റെ മുൻപിലേക്ക് ചെന്നുപെടുമ്പോൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് മാറി നിൽക്കുവാനുള്ള മനക്കരുത്ത്, ഈമാനിൻ്റെ ഉൾക്കരുത്ത് നമുക്കും നമ്മുടെ മക്കൾക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നാളെ മഹ്ശറയിലെ വിചാരണയെല്ലാം കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് കയറിപ്പോകാൻ ഒരു വിഭാഗത്തോട് കൽപ്പിക്കുമല്ലോ. ആ കൽപ്പിക്കുന്ന കൂട്ടത്തില് മക്കളുടെ കൈപ്പിടിച്ച്, മാതാപിതാക്കളെ ചേർത്ത് പിടിച്ച്, ഇണയോട് ചേർന്ന് നിന്ന് സമൃദ്ധമായ സന്തോഷവും സമാധാനവും അനുഭവിച്ച് സ്വർഗത്തിലേക്ക് കയറിപ്പോകാൻ ഭാഗ്യം ലഭിക്കപ്പെടുന്നവരുടെ കൂട്ടത്തില് അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, രോഗങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അള്ളാഹുവെ, നിന്നെ ഓർത്ത് ക്ഷമിക്കാനും സഹിക്കാനുമുള്ള ഉൾക്കരുത്ത് നീ ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് ലഘൂകരിച്ച് നൽകുകയും അള്ളാഹുവെ, ഈമാനോടുകൂടിയിട്ട് ജീവിച്ചു മരിക്കാനുള്ള മഹാഭാഗ്യം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യണമേ റബ്ബേ. അറിഞ്ഞുമറിയാതെയും ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് തമ്പുരാനെ. അള്ളാഹുവെ, എല്ലാം നിന്റെ പരമമായ കാരുണ്യം കൊണ്ട് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ തമ്പുരാനെ. നരകശിക്ഷയും ഖബർ ശിക്ഷയും ഞങ്ങൾ അറിഞ്ഞതിനേക്കാളും ഭയാനകമാണ് നാഥാ. അത് രണ്ടിനെ തൊട്ടും നീ ഞങ്ങളെ വിദൂരമാക്കണേ നാഥാ, വിദൂരമാക്കണേ നാഥാ. നാളെ മഹ്ശറയില് സ്വർഗത്തിന്റെ ഉന്നതമായ ദറജയിലേക്ക് കയറിപ്പോകാൻ അവസരം ലഭിക്കപ്പെടുന്ന മനുഷ്യരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ചോദിക്കുമത്രേ, എന്താണ് എനിക്ക് ഈ നേട്ടം കിട്ടാൻ കാരണം, ഇത്രയും വലിയ ദറജകൾ കിട്ടാൻ കാരണം? അപ്പോൾ പറയും, നിന്റെ മരണശേഷം നിന്റെ മക്കൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ് എന്ന്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന മക്കളെ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റബ്ബേ. ഞങ്ങളുടെ ഉമ്മയും ഉപ്പയും ഞങ്ങളെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. പകരം അവർക്ക് വേണ്ടി നന്മ ചെയ്യാനും അവർക്ക് ഖിദ്മത്ത് ചെയ്യാനും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനും കഴിയുന്ന മക്കളായിട്ട് ഞങ്ങളെയും നീ ഉയർത്തേണമേ തമ്പുരാനെ. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ വ അജ്ർ വാലിദിനാ മിനന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന